Dear students, welcome to Learner's World. In this video, I'm going to talk about language classification, Introduction to Language and Linguistics, FUGP, Semester 5, BA English Language and Literature, Calcutta University. Language classification. ഭാഷയെ തരംതിരിക്കുക. ലാംഗ്വേജ് ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടൂൾസ് ഓഫ് ഹ്യൂമൻ കമ്മ്യൂണിക്കേഷൻ. മനുഷ്യരുടെ ആശയവിനിമയത്തിൽ വരുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രധാനമായ ഒരു ടൂളാണ് ലാംഗ്വേജ്, ഭാഷ എന്ന് പറയുന്നത്. പീപ്പിൾ ഓൾ ഓവർ ദ വേൾഡ് സ്പീക്ക് തൗസൻഡ്സ് ഓഫ് ഡിഫറെൻറ്റ് ലാംഗ്വേജസ്. അതായത് ഈ ലോകത്തുടനീളമുള്ള ആളുകൾ ആയിരക്കണക്കിന് ഭാഷ സംസാരിക്കുന്നുണ്ട്. These languages differ in their pronunciation, grammar, vocabulary and writing systems. അപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ലാംഗ്വേജസ് ഉണ്ട്. അതൊക്കെ മറ്റുള്ള ലാംഗ്വേജസിൽ നിന്ന് വ്യത്യസ്തമാണ്. അതിൻ്റെ പ്രൊനൗൺസിയേഷനിലും ഉച്ചാരണ ശൈലിയിലും ഗ്രാമർ വ്യാകരണത്തിലും വൊക്കാബുലറി പദസമ്പത്ത് അതുപോലെ റൈറ്റിംഗ് സിസ്റ്റംസ് എഴുതുന്ന രീതിയിലൊക്കെ വ്യത്യാസങ്ങളുണ്ട് ഓരോ ഭാഷയും. അതായത് മലയാളം ഭാഷ, ഇംഗ്ലീഷ് ഭാഷ ഇവയുടെ ഉച്ചാരണം, അതുപോലെ വൊക്കാബുലറി പദസമ്പത്ത്, ഗ്രാമർ ഇത് ഒക്കെ ഈ ഭാഷകളിൽ നിന്ന് വ്യത്യാസമുണ്ട് എന്നാണ് പറയുന്നത്. നമ്മൾ ഇംഗ്ലീഷ് ഭാഷയും മലയാളം ഭാഷയും തമ്മിൽ നല്ല രീതിയിലുള്ള ഡിഫറൻസ് ഉണ്ട്. Some languages are spoken by millions of people, while others are spoken only by a few tribal communities. ചില ഭാഷകൾ ഒരുപാട് ആളുകൾ, മില്യൺസ് ഓഫ് പീപ്പിൾ ചില ഭാഷകൾ സംസാരിക്കുന്നുണ്ട്. എന്നാൽ ചില ഭാഷകൾ ഒരു പ്രത്യേക ഗോത്രവർഗത്തിൽപ്പെട്ട ആളുകൾ മാത്രം സംസാരിക്കുന്ന ചില ഭാഷകളുണ്ട് എന്നാണ് പറയുന്നത്. India is one of the most linguistically diverse countries in the world, with hundreds of languages and dialects. ഇന്ത്യ എന്ന് പറയുന്നത് അതായത് ഭാഷാവൈവിധ്യമുള്ള ഒരു രാജ്യമായിട്ട് നമുക്ക് ഈ ലോകത്തിൽ തന്നെ ഭാഷാവൈവിധ്യമുള്ള ഒരു രാജ്യമായിട്ട് നമുക്ക് ഇന്ത്യനെ കണക്കാക്കാം. ഹൺഡ്രഡ്സ് ഓഫ് ലാംഗ്വേജസ് ആൻഡ് ഡയലക്ട്സ് ഇന്ത്യയിലുണ്ട് എന്നാണ് പറയുന്നത്. This diversity developed because of migration, geographical separation, cultural exchange and historical changes. അപ്പോൾ ഈ ഒരു ഡൈവേഴ്സിറ്റി, ഈ ഒരു വൈവിധ്യം നിലനിൽക്കുന്നത്, ഈ ഭാഷയിലുള്ള ഈ ഒരു വൈവിധ്യം നിലനിൽക്കുന്നത് മൈഗ്രേഷൻ, അതായത് കുടിയേറിപ്പാർക്കുന്നത് മൂലം, ജോഗ്രഫിക്കൽ സെപ്പറേഷൻ, കൾച്ചറൽ എക്സ്ചേഞ്ച്, ഹിസ്റ്റോറിക്കൽ ചേഞ്ചസ് ഇതൊക്കെ മൂലമാണെന്നാണ് പറയുന്നത്. To understand the relationship among languages, linguists classify them into different groups. അപ്പോൾ ഈ ഒരു ലാംഗ്വേജസ്, ഭാഷകൾ തമ്മിലുള്ള ഒരു ബന്ധം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ലിംഗ്വിസ്റ്റുകൾ ഡിഫറെൻറ്റ് ഗ്രൂപ്പ്സ് ആയിട്ട് ഭാഷനെ തരംതിരിക്കുന്നുണ്ട്. ദിസ് പ്രോസസ് ഈസ് കോൾഡ് ലാംഗ്വേജ് ക്ലാസിഫിക്കേഷൻ. ഇതിനെയാണ് ലാംഗ്വേജ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, language classification is a systematic grouping of languages based on their similarities and relationship. ലാംഗ്വേജ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ലാംഗ്വേജസിനെ തന്നെ തരംതിരിക്കുകയാണ്. അതിൻ്റെ സിമിലാരിറ്റീസ്, അതായത് ഭാഷകളുടെ ഇടയിലുള്ള സാമ്യതകൾ, ബന്ധം ഒക്കെ കൺസിഡർ ചെയ്ത് അവയെ തരംതിരിക്കുകയാണ് ലാംഗ്വേജ് ക്ലാസിഫിക്കേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. Linguists compare languages by studying their vocabulary, grammar, sentence structure, pronunciation and sound patterns. അപ്പോൾ ഈ ഭാഷനെ ലിംഗ്വിസ്റ്റുകൾ കമ്പാരിസൺ നടത്തുന്നത്, അതായത് ഈ ഭാഷൻ്റെ വൊക്കാബുലറി, ഗ്രാമർ, സെൻറ്റൻസ് സ്ട്രക്ചർ, പ്രൊനൗൺസിയേഷൻ, സൗണ്ട് പാറ്റേൺസ് ഇവയൊക്കെ കുറിച്ച് പഠനം നടത്തിയതിന് ശേഷമാണ്. The main purpose of classification is to understand how languages developed, how they are related to one another and how they have changed over time. അപ്പോൾ ഈ ക്ലാസിഫിക്കേഷൻ്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത്, ഒരു പർപ്പസ് എന്ന് പറയുന്നത്, എങ്ങനെയാണ് ലാംഗ്വേജസ് ഡെവലപ്പ് ചെയ്തത് എന്ന് മനസ്സിലാക്കാനും എങ്ങനെയാണ് മറ്റ് ഭാഷയുമായിട്ട് അത് ബന്ധപ്പെട്ടിരിക്കുന്നത്, അതുപോലെ കാലം പോകുന്നതിനനുസരിച്ച് എങ്ങനെയാണ് ഭാഷയിൽ മാറ്റങ്ങൾ വരുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെ മനസ്സിലാക്കുക എന്നുള്ളതാണ് അതിൻ്റെ മെയിൻ പർപ്പസ് എന്ന് പറയുന്നത്, ഈ ഒരു ക്ലാസിഫിക്കേഷൻ്റെ. ഇറ്റ് ഓൾസോ ഹെൽപ്സ് us trace the history of human migration and cultural development.
അതോടൊപ്പം തന്നെ ഈ ഒരു ഭാഷ തരംതിരിവ് അതായത് ഹ്യൂമൻ മൈഗ്രേഷൻ്റെ ഹിസ്റ്ററി, ആളുകൾ കുടിയേറി പാർക്കുന്നതിൻ്റെ ആ ഒരു ചരിത്രം, കൾച്ചറൽ ഡെവലപ്മെൻറ്റ്, സാംസ്കാരികപരമായിട്ടുള്ള മാറ്റങ്ങൾ, ഇതൊക്കെ മനസ്സിലാക്കാനും ഈ ഒരു ലാംഗ്വേജ് ക്ലാസിഫിക്കേഷൻ കൊണ്ട് ഹെൽപ്പ് ചെയ്യുമെന്നാണ് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ്, ദർ ആർ 2 മെയിൻ മെത്തേഡ്സ് ഓഫ് ലാംഗ്വേജ് ക്ലാസിഫിക്കേഷൻ. അതായത് 2 മെത്തേഡ്സ് ഉണ്ട് ലാംഗ്വേജ് ക്ലാസിഫിക്കേഷന്, ലാംഗ്വേജിനെ ഇങ്ങനെ തരംതിരിക്കുന്നതിൽ. ഫസ്റ്റ് വൺ ഈസ് ജനലോജിക്കൽ ക്ലാസിഫിക്കേഷൻ ആൻഡ് ടിപ്പോളജിക്കൽ ക്ലാസിഫിക്കേഷൻ. ജനലോജിക്കൽ എന്ന് പറയുമ്പോൾ വംശത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു തരംതിരിവ്. ടിപ്പോളജിക്കൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഘടന, സ്ട്രക്ചറിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു ക്ലാസിഫിക്കേഷൻ, ഒരു തരംതിരിക്കൽ. ഓക്കെ, ജനലോജിക്കൽ ക്ലാസിഫിക്കേഷൻ ഗ്രൂപ്പ്സ് ലാംഗ്വേജസ് അക്കോർഡിംഗ് ടു ദെയർ ഹിസ്റ്റോറിക്കൽ ഒറിജിൻ ഓർ കോമൺ ആൻസസ്റ്റർ. അപ്പോൾ ഈ ഒരു ക്ലാസിഫിക്കേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അതായത് വംശത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഈ ഒരു തരംതിരിവ്, ഈ ഒരു വർഗീകരണം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഭാഷകളെ അവയുടെ ചരിത്രപരമായ ഉത്ഭവത്തിൻ്റെയും അതുപോലെ പൂർവികരുടെ ഒക്കെ ആൻസസ്റ്റേഴ്സിൻ്റെ, കോമൺ ആയിട്ടുള്ള ആൻസസ്റ്റേഴ്സിൻ്റെ അടിസ്ഥാനത്തിലൊക്കെയാണ് തരംതിരിക്കുന്നത്. ലാംഗ്വേജസ് ദാറ്റ് ഡെവലപ്ഡ് ഫ്രം ദ സെയിം പാരന്റ് ലാംഗ്വേജ് ബിലോങ് ടു ദ സെയിം ലാംഗ്വേജ് ഫാമിലി. അതായത് ഒരേ മാതൃഭാഷയിൽ നിന്ന് രൂപം കൊണ്ട ഭാഷകൾ ഒരേ ഭാഷാ കുടുംബത്തിൽ പെടുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, ഇംഗ്ലീഷ് ബിലോങ്സ് ടു ദ ഇന്തോ യൂറോപ്യൻ ലാംഗ്വേജസ് ഫാമിലി, വൈൽ മലയാളം, തമിഴ്, കന്നഡ ആൻഡ് തെലുഗു ബിലോങ് ടു ദ ദ്രാവിഡിയൻ ലാംഗ്വേജ് ഫാമിലി. അതായത് ഉദാഹരണം പറയുകയാണെങ്കിൽ ഇംഗ്ലീഷ് ഇന്തോ യൂറോപ്യൻ ഭാഷാ കുടുംബത്തിൽ പെടുന്നു, മലയാളം, തമിഴ്, കന്നഡ, തെലുങ്ക് തുടങ്ങിയിട്ടുള്ളതൊക്കെ ദ്രാവിഡ ഭാഷാ കുടുംബത്തിലാണ് ഉൾപ്പെടുന്നത്. ജനലോജിക്കൽ classification helps linguists to identify language families, reconstruct ancient languages and study the historical development of languages. ഈ ഒരു ജനലോജിക്കൽ ക്ലാസിഫിക്കേഷൻ, ഈ ഒരു തരത്തിലുള്ള വംശീയപരമായിട്ടുള്ള ഈ ഒരു ക്ലാസിഫിക്കേഷൻ, ഈ ഒരു തരംതിരിവ് എന്ന് പറയുന്നത്, ഈ ഒരു വർഗീകരണം ഭാഷാ കുടുംബങ്ങളെ, ലാംഗ്വേജ് ഫാമിലീസിനെ കണ്ടെത്താനും പുരാതന ഭാഷകളെ പുനർനിർമ്മിക്കാനും അതുപോലെ ഭാഷകളുടെ ചരിത്രപരമായിട്ടുള്ള ഡെവലപ്മെൻറ്റ് പഠിക്കാനൊക്കെ സഹായിക്കുന്നുണ്ട്. അടുത്ത ഒരു ക്ലാസിഫിക്കേഷനാണ് ടിപ്പോളജിക്കൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. ടിപ്പോളജിക്കൽ ക്ലാസിഫിക്കേഷൻ ഓൺ ദ അതർ ഹാൻഡ് ഗ്രൂപ്പ്സ് ലാംഗ്വേജസ് അക്കോർഡിംഗ് ടു ദെയർ ഗ്രാമാറ്റിക്കൽ ആൻഡ് സ്ട്രക്ചറൽ ഫീച്ചേഴ്സ് റാദർ ദാൻ ദെയർ ഹിസ്റ്റോറിക്കൽ ഒറിജിൻ. അതായത് ഘടനാപരമായിട്ടുള്ള ഒരു തരംതിരിവ്, ഭാഷകളെ അവയുടെ ചരിത്രപരമല്ല മറിച്ച് വ്യാകരണപരവും, അതായത് ഗ്രാമാറ്റിക്കലിയും അതുപോലെ സ്ട്രക്ചറൽ ഘടനാപരവുമായിട്ടുള്ള സവിശേഷതകളുടെ അടിസ്ഥാനത്തിൽ തരംതിരിക്കുന്നതാണ് ടിപ്പോളജിക്കൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇറ്റ് കമ്പയർസ് വേർഡ് ഓർഡർ, സെൻറ്റൻസ് സ്ട്രക്ചർ ആൻഡ് ഗ്രാമാറ്റിക്കൽ പാറ്റേൺസ്. അപ്പോൾ ഇതിൽ വേർഡ് ഓർഡർ, അതായത് വാക്കുകളുടെ ക്രമീകരണം, അതുപോലെ സെൻറ്റൻസ് സ്ട്രക്ചർ, വാക്യങ്ങളുടെ ക്രമീകരണം, ഗ്രാമാറ്റിക്കൽ പാറ്റേൺസ്, വ്യാകരണങ്ങളുടെ രീതി, ഇതൊക്കെ ഇതിൽ പ്രധാനമായിട്ട് കമ്പയർ ചെയ്യുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, ഇംഗ്ലീഷ് യൂഷ്വലി ഫോളോസ് ദ സബ്ജക്റ്റ് വേർബ് ഒബ്ജക്റ്റ് SVO പാറ്റേൺ, വൈൽ മലയാളം ജനറലി ഫോളോസ് ദ സബ്ജക്റ്റ് ഒബ്ജക്റ്റ് വേർബ് SOV പാറ്റേൺ. അതായത് ഇതിനൊരു ഉദാഹരണം പറയുന്നുണ്ട്. ഇംഗ്ലീഷിൽ സാധാരണയായിട്ട് സബ്ജക്റ്റ് വേർബ് ഒബ്ജക്റ്റ് SVO പാറ്റേൺ ആണ് ഉപയോഗിക്കുന്നത്. എന്നാൽ അത് മലയാളത്തിൽ സാധാരണയായിട്ട് സബ്ജക്റ്റ് ഒബ്ജക്റ്റ് വേർബ് SOV പാറ്റേൺ ആണ് പിന്തുടരുന്നത്. ദിസ് മെത്തേഡ് ഹെൽപ്സ് ലിംഗ്വിസ്റ്റ് അണ്ടർസ്റ്റാൻഡ് ഹൗ ലാംഗ്വേജസ് ഫങ്ഷൻ ആൻഡ് കമ്പയർ ലാംഗ്വേജസ് ദാറ്റ് മേ നോട്ട് ഹാവ് എ കോമൺ ഒറിജിൻ. അപ്പോൾ ഈ ഒരു രീതിയിലൂടെ പരസ്പരം ബന്ധമില്ലാത്ത ഭാഷകളുടെ ഘടനാപരമായിട്ടുള്ള സാമ്യങ്ങളും വ്യത്യാസങ്ങളൊക്കെ മനസ്സിലാക്കാൻ കഴിയും എന്നാണ് പറയുന്നത്. ലാംഗ്വേജസ് ദാറ്റ് ഡെവലപ്ഡ് ഫ്രം എ കോമൺ ആൻസസ്റ്റർ ഫോം എ ലാംഗ്വേജ് ഫാമിലി.
ഇനി ഒരു ലാംഗ്വേജ് ഫാമിലിനെ പറ്റിയിട്ടാണ് പറയുന്നത്. അതായത് ഒരേ പൂർവിക ഭാഷയിൽ നിന്ന് രൂപം കൊണ്ട ഭാഷകളുടെ കൂട്ടത്തെയാണ് ലാംഗ്വേജ് ഫാമിലി എന്ന് പറയുന്നത്. ഒരു കോമൺ ആൻസസ്റ്റർ ഫോമിൽ നിന്ന് രൂപപ്പെട്ട ആ, ഒരു ഭാഷയുടെ കൂട്ടത്തെയാണ് ലാംഗ്വേജ് ഫാമിലി, ഭാഷാ കുടുംബം എന്ന് പറയുന്നത്. ഓവർ തൗസൻഡ്സ് ഓഫ് ഇയേഴ്സ് ലാംഗ്വേജസ് ചേഞ്ച്ഡ് ബിക്കോസ് ഓഫ് മൈഗ്രേഷൻ, ട്രേഡ്, വാർസ്, ജിയോഗ്രഫിക്കൽ സെപ്പറേഷൻ ആൻഡ് കൾച്ചറൽ കോണ്ടാക്റ്റ്. അതായത് ആയിരക്കണക്കിന് വർഷങ്ങളായിട്ട് കുടിയേറ്റം, വ്യാപാരം, യുദ്ധങ്ങൾ, ഭൂമിശാസ്ത്രപരമായിട്ടുള്ള വേർതിരിവ്, സാംസ്കാരിക ഇടപെടൽ തുടങ്ങിയിട്ടുള്ള കാരണം മൂലം ഭാഷകളിൽ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ആസ് പീപ്പിൾ മൂവ് ടു ഡിഫറെൻറ്റ് റീജിയൻസ് ദെയർ ലാംഗ്വേജസ് ഗ്രാജുവലി ചേഞ്ച്ഡ് ആൻഡ് ന്യൂ ലാംഗ്വേജസ് ഡെവലപ്ഡ്. അതായത് ആളുകൾ വിവിധ പ്രദേശങ്ങളിലേക്ക് കുടിയേറുമ്പോൾ അവരുടെ ഭാഷകളിലും മാറ്റങ്ങൾ വരുന്നുണ്ട്. Linguists often use a family tree to show how one parent language gave rise to many daughter languages. അപ്പോൾ ഈ ഒരു വികാസം കാണിക്കുന്നതിനായി ശാസ്ത്രജ്ഞന്മാർ ഒരു ഫാമിലി ട്രീ എന്ന ഒരു മാതൃക ഉപയോഗിക്കുന്നുണ്ട്, കുടുംബവൃക്ഷം. The Indo-European language family is one of the largest and most widely spoken language families in the world. അതായത് ഇന്തോ യൂറോപ്യൻ ലാംഗ്വേജ് ഫാമിലി ലോകത്തിലെ ഏറ്റവും വലിയ ഏറ്റവും വ്യാപകമായിട്ട് സംസാരിക്കപ്പെടുന്നതായിട്ടുള്ള ഒരു ഭാഷാ കുടുംബങ്ങളിൽ ഒന്നാണ് ഇന്തോ യൂറോപ്യൻ ലാംഗ്വേജ് ഫാമിലി എന്ന് പറയുന്നത്. ഇറ്റ് ഇൻക്ലൂഡ്സ് ലാംഗ്വേജസ് സച്ച് എസ് ഇംഗ്ലീഷ്, ഹിന്ദി, ബംഗാളി, ജർമ്മൻ, ഫ്രഞ്ച്, സ്പാനിഷ്, റഷ്യൻ, പേർഷ്യൻ ആൻഡ് മെനി അതേഴ്സ്. അപ്പോൾ ഇതിൽ വരുന്ന ലാംഗ്വേജസ് ആണ് ഇംഗ്ലീഷ്, ഹിന്ദി, ബംഗാളി, ജർമ്മൻ, ഫ്രഞ്ച്, സ്പാനിഷ്, റഷ്യൻ, പേർഷ്യൻ തുടങ്ങിയിട്ടുള്ള ഭാഷകളൊക്കെ. Linguists believe that these languages developed from an ancient language called Proto-Indo-European, which was spoken thousands of years ago. അപ്പോൾ ഈ ലാംഗ്വേജസ് എല്ലാം പ്രോട്ടോ ഇന്തോ യൂറോപ്യൻ എന്ന പുരാതന മാതൃഭാഷയിൽ നിന്ന് രൂപം കൊണ്ടതാണെന്നാണ് ലിംഗ്വിസ്റ്റുകൾ വിശ്വസിക്കുന്നത്. This family has several branches, including the Indo-Iranian, Germanic, Romance and Slavic branches. അപ്പോൾ ഈ ഒരു കുടുംബത്തിൽ ഇന്തോ ഇറാനിയൻ, ജർമ്മനിക്, റൊമാൻസ്, സ്ലാവിക് തുടങ്ങിയിട്ടുള്ള പ്രധാന ശാഖകൾ, ബ്രാഞ്ചസ് ഉണ്ട് എന്നാണ് പറയുന്നത്. Another important language family is the Dravidian language family, mainly spoken in South India. അപ്പോൾ ദ്രാവിഡ ഭാഷ ഫാമിലി, ദ്രാവിഡിയൻ ലാംഗ്വേജ് ഫാമിലി ദക്ഷിണേന്ത്യയിലെ പ്രധാന ഭാഷാ കുടുംബമാണ്. ഇറ്റ് ഇൻക്ലൂഡ്സ് മലയാളം, തമിഴ്, കന്നഡ, തെലുഗു ആൻഡ് തുളു. അപ്പോൾ ഇതിൽ വരുന്ന ലാംഗ്വേജസ് മലയാളം, തമിഴ്, കന്നഡ, തെലുഗു, തുളു ഒക്കെ ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. ദീസ് ലാംഗ്വേജസ് ഡെവലപ്ഡ് ഫ്രം പ്രോട്ടോ ഡ്രാവിഡിയൻ. മോസ്റ്റ് ഡ്രാവിഡിയൻ ലാംഗ്വേജസ് ഫോളോ ദി സബ്ജക്റ്റ്, ഒബ്ജക്റ്റ്, വേർബ്, സെൻറ്റൻസസ് പാറ്റേൺ ആൻഡ് മേക്ക് എക്സ്റ്റെൻസീവ് യൂസ് ഓഫ് സഫിക്സസ്. അപ്പോൾ ഇവ പ്രോട്ടോ ദ്രാവിഡ ഭാഷയിൽ നിന്നാണ് വികസിച്ചത്. ദ്രാവിഡ ഭാഷകളിൽ ഭൂരിഭാഗവും സബ്ജക്റ്റ്, ഒബ്ജക്റ്റ്, വേർബ്, അതായത് SOV പാറ്റേൺ ആണ് പിന്തുടരുന്നത്. അതോടൊപ്പം തന്നെ സഫിക്സസ് വ്യാപകമായിട്ട് ഉപയോഗിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. തമിഴ് ഹാസ് വൺ ഓഫ് ദ ഓൾഡസ്റ്റ് ലിറ്റററി ട്രഡീഷൻസ് ഇൻ ഇന്ത്യ. വെൽ മലയാളം, കന്നഡ ആൻഡ് തുളു ഓൾസോ ഹാവ് റിച്ച് ലിറ്റററി. തമിഴിന് ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള സാഹിത്യ പാരമ്പര്യങ്ങളിൽ ഒന്നാണ് തമിഴ്. മലയാളം, കന്നഡ, തെലുങ്ക് ഭാഷകൾക്കും സംബന്ധമായിട്ടുള്ള ഒരു സാഹിത്യ പരമ്പരയൊക്കെ ഉണ്ട് എന്നാണ് പറയുന്നത്. ബിസൈഡ്സ് ദീസ് ദർ ആർ സെവറൽ അതർ ഇമ്പോർട്ടൻറ്റ് ലാംഗ്വേജ് ഫാമിലീസ്. അപ്പോൾ ഇവയൊക്കെ കൂടാതെ തന്നെ മറ്റ് പ്രധാന ഭാഷാ ഫാമിലീസും ഇന്ന് ലോകത്തിലുണ്ട് എന്നാണ് പറയുന്നത്. അതിൽ വരുന്നതാണ് സിനോ ടിബറ്റൻ ഫാമിലി, ഇൻക്ലൂഡ് മാൻഡറിൻ, ചൈനീസ്, ടിബറ്റൻ ആൻഡ് ബർമീസ്. ഓസ്ട്രോഷ്യറ്റിക് ഫാമിലി ഇൻക്ലൂഡ്സ് കാസി ആൻഡ് സന്താലി. അപ്പോൾ വേറെയും ഭാഷകൾ പറയുന്നുണ്ട്. സിനോ ടിബറ്റൻ കുടുംബത്തിൽ മാൻഡറിൻ, ചൈനീസ്, ടിബറ്റൻ, ബർമീസ് ഭാഷകൾ ഉൾപ്പെടുന്നു. അതുപോലെ ഓസ്ട്രോഷ്യാറ്റിക് കുടുംബത്തിൽ കാസി, സന്താലി ഭാഷകളും ഉൾപ്പെടുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അതുപോലെ ഓസ്ട്രോനേഷ്യൻ ഫാമിലി ഇൻക്ലൂഡ്സ് മലായ്, ഇന്തോനേഷ്യൻ, ടാഗ്ലോഗ് ആൻഡ് മലഗാസി. അതുപോലെ
ഓസ്ട്രോനേഷ്യൻ ഫാമിലിയിൽ മലായ്, ഇന്തോനേഷ്യൻ, ടഗാലോഗ്, മലഗാസി ഭാഷകളുണ്ട് എന്നാണ് പറയുന്നത്. അടുത്തത് ആഫ്രോ ഏഷ്യാറ്റിക് ഫാമിലി ഇൻക്ലൂഡ്സ് അറബിക്, ഹെബ്രു ആൻഡ് ആംഹരിക്. വേറൊരു ലാംഗ്വേജ് ഫാമിലിയാണ് ആഫ്രോ ഏഷ്യാറ്റിക്. ആ ഒരു ഫാമിലിയിൽ അറബിക്, ഹിബ്രു, അംഹാരിക് ഭാഷകളൊക്കെ ഉൾപ്പെടുന്നുണ്ട്. ഇതൊക്കെ കൂടാതെ അതർ മേജർ ഫാമിലീസ് ഇൻക്ലൂഡ് ദ ടർക്കിക്, ഉറാലിക്, നൈജർ കോങ്കോ ആൻഡ് ടുപ്പിയൻ ലാംഗ്വേജ് ഫാമിലീസ്. അതായത് ഈ ഫാമിലീസ് കൂടാതെ വേറെയും ഫാമിലീസ് ഉണ്ട്. അതായത് ടർക്കിക്, യുറാലിക്, നൈജർ കോങ്കോ, ടുപ്പിയൻ തുടങ്ങിയിട്ടുള്ള ഭാഷാ കുടുംബങ്ങളൊക്കെ ഇതിലുണ്ട് എന്നാണ് പറയുന്നത്. ടുഗദർ ദീസ് ലാംഗ്വേജ് ഫാമിലീസ് ഷോ ദ റിച്ച് ലിംഗ്വിസ്റ്റിക് ഡൈവേഴ്സിറ്റി ഓഫ് ദ വേൾഡ്. അപ്പോൾ ഈ ഒരു ലാംഗ്വേജ് ഫാമിലീസൊക്കെ ഒരുമിച്ച് കൊണ്ട് ലോകഭാഷ വൈവിധ്യത്തെ റെപ്രസെൻ്റ് ചെയ്യുന്നുണ്ട് ഈ ലാംഗ്വേജ് ഫാമിലീസൊക്കെ എന്നാണ് പറയുന്നത്. ലാംഗ്വേജസ് ആർ നോട്ട് ഫിക്സഡ്, ദേ കണ്ടിന്യൂസ്ലി ചേഞ്ച് വിത്ത് ടൈം. അതായത് ഭാഷകളൊന്നും സ്ഥിരമല്ല, കാലക്രമേണ മാറിക്കൊണ്ടിരിക്കും. മൈഗ്രേഷൻ, കൾച്ചറൽ കോണ്ടാക്ട്, ട്രേഡ്, ബോറോയിങ് ഓഫ് വേർഡ്സ് ആൻഡ് സോഷ്യൽ ചേഞ്ചസ് ഇൻഫ്ലുവൻസ് ദ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് ലാംഗ്വേജസ്. അതായത് കുടിയേറ്റം, സാംസ്കാരിക ഇടപെടൽ, വ്യാപാരം, അതുപോലെ പദങ്ങളുടെ കൈമാറ്റം, സാമൂഹിക മാറ്റങ്ങൾ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ മൂലം ഭാഷകളുടെ വളർച്ചയും വികാസത്തിനൊക്കെ സ്വാധീനിക്കുന്നുണ്ട്. അൺഫോർച്ചുനേറ്റ്ലി മെനി സ്മോൾ ആൻഡ് ട്രൈബൽ ലാംഗ്വേജസ് ആർ ബിക്കമിങ് എൻഡേഞ്ചേർഡ് ബിക്കോസ് ഫ്യൂവർ പീപ്പിൾ സ്പീക്ക് ദം. അതായത് ഇന്ന് നിരവധി ചെറിയ ഭാഷകൾ, അതായത് ആദിവാസി സമൂഹങ്ങൾ സംസാരിക്കുന്ന ഭാഷകൾ ഒക്കെ ഇല്ലാതാകുന്ന ഒരു അവസ്ഥയിലേക്കാണ് മാറുന്നത്. ആ ഭാഷ കൂടുതൽ ആളുകൾ സംസാരിക്കാൻ തയ്യാറാവാത്ത ഒരു അവസ്ഥ ഉണ്ട് എന്നാണ് പറയുന്നത്. വെൻ എ ലാംഗ്വേജ് ഡിസപ്പിയേഴ്സ്, വാല്യുബിൾ കൾച്ചർ ട്രഡീഷൻസ്, ഓറൽ ഹിസ്റ്ററീസ് ആൻഡ് നോളജ് ആർ ഓൾസോ ലോസ്റ്റ്. അതായത് ഒരു ഭാഷ ഇല്ലാതാകുമ്പോൾ അതിനോടൊപ്പം അതിൻ്റെ സാംസ്കാരിക പാരമ്പര്യവും വായ്മൊഴി ചരിത്രമൊക്കെ നഷ്ടപ്പെടുന്നു. Therefore, linguists work to preserve endangered languages. അതുകൊണ്ട് തന്നെ ഭാഷാശാസ്ത്രജ്ഞർ വംശനാശ ഭീഷണി നേരിടുന്ന ഭാഷകളെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നുണ്ട്. In conclusion, language classification is an important part of linguistics because it helps us understand the history, structure and development of language. നമ്മൾ ഈ ഒരു ചാപ്റ്ററിനെ നമ്മൾ കൺക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു തരംതിരിവ്, ഭാഷയെ ക്ലാസിഫൈ ചെയ്യുന്ന സമയത്ത് ഭാഷാശാസ്ത്രത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു പഠന മേഖലയാണ് ലാംഗ്വേജ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇത് ഭാഷകളുടെ ചരിത്രവും അതിൻ്റെ ഘടനയും വികാസവും ഒക്കെ മനസ്സിലാക്കാൻ സഹായിക്കുന്നു. ജനലോജിക്കൽ ക്ലാസിഫിക്കേഷൻ എക്സ്പ്ലെയിൻ ദ ഹിസ്റ്റോറിക്കൽ റിലേഷൻഷിപ്പ് അമംഗ് ലാംഗ്വേജസ്, വൈൽ ടിപ്പോളജിക്കൽ ക്ലാസിഫിക്കേഷൻ കമ്പയർസ് ദർ സ്ട്രക്ചറൽ ഫീച്ചേഴ്സ്. അപ്പോൾ നമ്മൾ രണ്ട് തരത്തിലുള്ള ക്ലാസിഫിക്കേഷൻ കണ്ടു. വംശത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ക്ലാസിഫിക്കേഷനും അതോടൊപ്പം തന്നെ അതിൻ്റെ ഘടനാപരമായിട്ടുള്ള ക്ലാസിഫിക്കേഷനും. അപ്പോൾ വംശത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ക്ലാസിഫിക്കേഷൻ ഭാഷകളുടെ ചരിത്രപരമായ ബന്ധങ്ങളെ വിശദീകരിക്കുമ്പോൾ, ഘടനാപരമായ ക്ലാസിഫിക്കേഷൻ അവയുടെ ഗ്രാമർ, അതുപോലെ അതിൻ്റെ ഘടനാപരമായിട്ടുള്ള സവിശേഷതകളൊക്കെയാണ് താരതമ്യം ചെയ്യുന്നത്. The study of language families also helps us understand human migration, cultural interaction and the rich linguistic diversity of the world. അപ്പോൾ ഈ ഒരു ലാംഗ്വേജ് ഫാമിലീസിനെ കുറിച്ചിട്ടുള്ള ഈ ഒരു പഠനം മനുഷ്യരുടെ കുടിയേറ്റം, സാംസ്കാരിക ഇടപെടൽ, ലോകത്തിൻ്റെ സമ്പന്നമായ ഭാഷാ വൈവിധ്യം എന്നിവയൊക്കെ മനസ്സിലാക്കാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദിസ് ലാംഗ്വേജ് ക്ലാസിഫിക്കേഷൻ ഈസ് എസെൻഷ്യൽ ഫോർ അണ്ടർസ്റ്റാൻഡിങ് ബോത്ത് ലാംഗ്വേജസ് ആൻഡ് ഹ്യൂമൻ സിവിലൈസേഷൻ. അതുകൊണ്ട് തന്നെ ഈ ഒരു ഭാഷനെ ക്ലാസിഫൈ ചെയ്യുമ്പോൾ, ഈ ഭാഷനെ തരംതിരിക്കുന്ന സമയത്ത് ഭാഷകളെയും മനുഷ്യ നാഗരികതയെയും മനസ്സിലാക്കുന്നതിനുള്ള ഒരു പ്രധാന പഠന വിഷയമായിട്ട് നമുക്ക് കാണാൻ കഴിയും ഒരു ലാംഗ്വേജ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഭാഷാ തരംതിരിവ് എന്ന് പറയുന്നത് ഹ്യൂമൻ സിവിലൈസേഷനെ മനസ്സിലാക്കാനുള്ള, അതുപോലെ ഭാഷനെ മനസ്സിലാക്കാനുള്ള ഒരു പഠനമായിട്ട് നമുക്ക് കാണാൻ കഴിയും.